ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. സാധാരണ നമ്മൾ മീനൊക്കെ കടയിൽ നിന്നും വാങ്ങുന്ന സമയത്ത്, അതായത് ബൾക്കായിട്ട് വാങ്ങുന്ന സമയത്ത് കേട്ടോ, അപ്പോൾ ഡെയിലി ഫ്രഷായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളവർ ബൾക്കായിട്ട് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങില്ലേ, ആ സമയത്ത് വൃത്തിയായി മീൻ ഫ്രഷായിട്ട് തന്നെ നമുക്ക് കാലങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ടിപ്സുകളാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാധാരണ ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിച്ച് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ച് അത് വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ പോയിട്ട് രുചിയിലും ഗുണത്തിലും മണത്തിലും ഒക്കെ ആ ഒരു വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ പ്രത്യേകം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം കേട്ടോ. ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്ന ടിപ്പ് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുള്ള മീനോ ഇറച്ചിയോ എന്തോ ആവട്ടെ, അത് നമ്മൾ ഐസോട് കൂടി തന്നെ ഫ്രീസറിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ഐസ് കട്ടയൊക്കെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള ടിപ്പാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചട്ടിയിലേക്ക് ഞാൻ ഈ ഐസ് കട്ട പിടിച്ചിട്ടുള്ള മീനിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു പിടി കല്ലുപ്പോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പീസും നമുക്കിതിൽ വിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ മീൻ ഉടയാതെ തന്നെ നമുക്ക് ഐസ് കട്ടയൊക്കെ വിടിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ രാവിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രീസറിലിരിക്കുന്ന ഐസ് കട്ട പിടിച്ചിരിക്കുന്ന ഈ ഫിഷ് പുറത്തേക്ക് എടുത്ത് വയ്ക്കാൻ മറന്നുപോയാൽ തന്നെ ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റിയൊരു ഉഗ്രൻ ടിപ്പാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ വിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഓരോ പീസും നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് പറ്റും. അതും വെറും 5 മിനിറ്റ് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ശരിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ ടിപ്പ് തന്നെയാണ്. അപ്പോൾ അറിയാത്തവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. ഞാൻ കാണിക്കുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നന്നായിട്ട് ഉപ്പ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ ഒരു ട്രേയിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഫ്രീസറിലേക്ക് വെക്കാൻ പറ്റിയ ഒരു ട്രേയിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നെകയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബോക്സ് അടക്കുന്നതിന് മുമ്പായിട്ട് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മീനിൻ്റെ ആ ഉളുമ്പോണമൊക്കെ പോയിട്ട്, അത് മാത്രമല്ല ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും ഫ്രീസറിൽ സൂക്ഷിക്കാം. കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന മീൻ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം, അതായത് സ്റ്റോർ ചെയ്യുന്ന മീനാണെങ്കിൽ എപ്പോഴും ക്ലീൻ ചെയ്ത് ഇതുപോലെ ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഉപ്പ് കല്ലുപയോഗിച്ചോ ക്ലീൻ ചെയ്തതിന് ശേഷം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു രുചി പോകാതെ തന്നെ മണമൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ ഇതുപോലെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നാൾ നമുക്ക് അതും കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ മീനിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഒരു പകുതി നാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വൃത്തിയാക്കി കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കണ്ടെയ്നർ ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഫോയിൽ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ ഒരു കണ്ടെയ്നർ ബോക്സിലേക്ക് കടത്തി വയ്ക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. സാധാരണ വെറുതെ കണ്ടെയ്നർ ബോക്സിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് കൂടുതൽ നിലനിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക കേട്ടോ. ഇങ്ങനെ ഫിഷ് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഫ്രീസറിൽ സൂക്ഷിച്ചാലും അത് നമുക്ക് ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാനിത് എല്ലാ പീസുകളും മീൻ കഷ്ണങ്ങളെല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ബാക്കി നിൽക്കുന്ന ആ ഒരു ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിലേക്കായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിഷിൻ്റെ പീസുകളുടെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഞാൻ കവർ ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട് ആ കണ്ടെയ്നർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ.
ഇതുപോലെ ഒരു പാക്കായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി അത് ഒന്ന് അടച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന പച്ചമീൻ, ഇറച്ചി ഒരുപാട് കാലം ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അറബിക് റൈസിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അറബിക് മസാല ഒന്ന് പൊടിച്ച് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുന്നത് അത് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ജിഞ്ചർ ഗാർലിക് അത് ചതച്ചതും, പിന്നെ ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 നല്ല പഴുത്ത തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി പേസ്റ്റ്, ഇതല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ഉണക്കമുളക് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതുകൂടി ചേർത്ത് അരച്ചാൽ മതി. ഈ ഒരു പേസ്റ്റ് കൂടി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ ക്യാപ്സിക്കം സവാളയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു ചെറു തീയിൽ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോൾ അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. മാഗി ക്യൂബിൽ ഉപ്പുണ്ട്. അപ്പോൾ അതൊന്നിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 5-8 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നത്. മാഗി ക്യൂബ് ഉള്ളത് കൊണ്ട് അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു അറബിക് മസാല ഉണ്ടല്ലോ, അതപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു ചിക്കൻ 8 പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാനൊരു 8 മുതൽ 12 പീസ് വരെ എടുത്തിട്ടുണ്ട്. കാരണം 6 കപ്പ് അരി എടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ചു വെച്ച ആ ഒരു മസാല എന്ന് പറഞ്ഞല്ലോ, 1.5 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറു തീയിലാണ് ഈ ഒരു സമയത്തൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി അതൊന്ന് അടച്ചു വെച്ച് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അത് ആ ഒരു മസാലയൊക്കെ ഒന്ന് വരണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 9 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതെന്താ വെച്ചാൽ 6 കപ്പ് അരിക്കാണ് 1.5 കപ്പ്, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള അളവിന് 9 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചോറ് കൂടി വേവാനുള്ള വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. അതിനുശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ ഒരു 70% വേവാകുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് വേണം കഴുകി വൃത്തിയാക്കി 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള സെല്ല ബസ്മതി റൈസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 6 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അറബിക് മസാല ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് അരി വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ആ ഒരു അരിയിലെ വെള്ളമൊക്കെ ഒന്ന് നടുഭാഗത്ത് കണ്ടാലറിയാം, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി റൈസ് ഒന്ന് പൊന്തി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ പച്ചമുളക് കുത്തിയിറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇതെന്തായാലും മസ്റ്റായിട്ട് ഇത് ചെയ്യണം. പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച ബാക്കി അറബിക് മസാലയിൽ കുറച്ച് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തൂകി കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ചാർക്കോൾ കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് വെച്ച് ഒന്ന് പുകച്ച് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള അറബിക് മൽഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു റൈസ് തന്നെയാണ്. ഞാനിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വെറൈറ്റി ആയിട്ടുള്ള റൈസൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് അത്രയും ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് 3 ഓപ്ഷൻസ് കാണും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.